കൊച്ചി മേയർ പദവിക്ക് വേണ്ടി കോൺഗ്രസിൽ സാമുദായിക സമ്മർദ്ദം ശക്തം. ലത്തീൻ സഭക്കാരിയെ മേയറാക്കണമെന്ന് ലത്തീൻ സഭാ നേതൃത്വം എറണാകുളം DCCയോട് ആവശ്യപ്പെട്ടു. പാലാരിവട്ടം കൗൺസിലർ VK മിനിമോളും ഫോർട്ട് കൊച്ചി കൗൺസിലർ ഷൈനി മാത്യു എന്നിവരെയാണ് ലത്തീൻ സഭ പരിഗണിക്കുന്നത്. പാർട്ടി സീനിയോറിറ്റിയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെങ്കിൽ ദീപ്തി മേരി വർഗീസിനാണ് സാധ്യത. KPCC ജനറൽ സെക്രട്ടറി പദവിയിലുള്ളത് ദീപ്തിക്ക് അനുകൂലമാണ്. അതേസമയം ലത്തീൻ സഭയുടെ അവകാശവാദം തള്ളുക കോൺഗ്രസിന് പ്രയാസവുമാണ്. MK ഷുക്കൂർ വിവരങ്ങളുമായി കൊച്ചിയിൽ. ഷുക്കൂർ, ലത്തീൻ സഭ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം DC അറിയിച്ചോ? അജിംസ്, ലത്തീൻ സഭ ഏറെക്കുറെ ഔദ്യോഗികമായി തന്നെ DCCയെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതായത് കഴിഞ്ഞ തവണ UDF ഭരിച്ചപ്പോൾ 2.5 വർഷത്തിന് ശേഷം ലത്തീൻ സഭക്കാരിയായ അല്ലെങ്കിൽ സഭക്കാരനായ ഒരാൾക്ക് മേയർ പദവി നൽകാമെന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലുള്ള 47 കൗൺസിലർമാരിൽ 18 പേർ ലത്തീൻ സഭക്കാരാണ്. ഒരു പിന്നാക്ക വിഭാഗം കൂടിയായ ലത്തീൻ സഭയ്ക്ക് കൊച്ചിൻ കോർപ്പറേഷനെ പോലുള്ള ഒരു സ്ഥലത്ത്, അവർ ഏറെക്കുറെ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് കാര്യമായ പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ലത്തീൻ സഭക്കാരിയായ VK മിനിമോൾ, അവർ പാലാരിവട്ടത്തു നിന്നുള്ള കൗൺസിലറാണ്. ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചി 1 നിന്നുള്ള കൗൺസിലറായ ഷൈനി മാത്യു എന്നിവരിൽ 2 പേരിൽ ഒരാളെ മേയർ പദവിയിലേക്ക് പരിഗണിക്കണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് ആശയവിനിമയം അവർ നടത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ആ ആവശ്യം അവരുടെ തന്നെ പ്രതിനിധികളൊരാളായ ജോസഫ് ചൂഡ് പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചൊരു പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കും. നമുക്ക് മീഡിയ വണ്ണിൽ അത് കാണാം. ലത്തീൻ സഭയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ ഒരു എൻ ബ്ലോക്കായി തന്നെ കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. 18 കൗൺസിലർമാരാണ്. 47 കോൺഗ്രസ് കൗൺസിലർമാരിൽ 18 പേരും ലത്തീൻ സഭയിൽ നിന്നുള്ളവരാണ്. അത് മാത്രമല്ല, ലത്തീൻ സഭയുടെ ഈ പ്രാതിനിധ്യം കൂടി പരിഗണിച്ച് എന്തായാലും കൗൺസിലർ മേയർ പദവി തങ്ങൾക്ക് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. ഇത് കോൺഗ്രസിനെ അവഗണിക്കുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിലെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് ലത്തീൻ സഭയുടെ നിലപാട് വളരെ നിർണായകമാണ്. കോൺഗ്രസുമായി പരമ്പരാഗതമായി ഒത്തുപോകുന്ന ഒരു സമുദായ സംഘടന എന്ന രീതിയിൽ അവരുടെ ആവശ്യം അവഗണിക്കുക എന്നുള്ളതും കോൺഗ്രസിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേയർ പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരാൾ ദീപ്തി മേരി വർഗീസാണ്. ദീപ്തി KPCC ജനറൽ സെക്രട്ടറിയാണ്. KPCCയുടെ മാധ്യമ വിഭാഗത്തെ നയിക്കുന്നത് അവരാണ്. അവർക്ക് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള സ്വാധീനമുള്ള ഒരു നേതാവാണ്. അവരെ അവഗണിക്കുക എന്നുള്ള കാര്യവും എളുപ്പമല്ല. അപ്പോൾ കോൺഗ്രസിനകത്തൊരു മാനദണ്ഡം എന്തായാലും അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കും. അതായത് പാർട്ടിയിൽ സീനിയോറിറ്റി ദീപ്തി മേരി വർഗീസിനാണ്. പാർട്ടിയിലെ സീനിയോറിറ്റി ആണോ സാമുദായിക സമവാക്യമാണോ, രണ്ടും പരിഗണിക്കുമോ? ഇതിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കോൺഗ്രസിന് മുന്നിൽ ഈ 2 അവകാശവാദങ്ങളും വളരെ സജീവമായി തന്നെയുണ്ട്. ഇക്കാര്യത്തിലുള്ള തീരുമാനം വൈകും. ഏതായാലും 21-ാം തീയതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നീടാണ് ഡെപ്യൂട്ടി മേയർ പദവികളുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം